ഗുഡ് ഈവനിംഗ് ഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്തിലേക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് 25,200 താഴെ ക്ലോസ് ചെയ്തു. മിക്സ്ഡ് ആയ സെന്റിമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെന്റിമെന്റ്സ് നമ്മൾ മാർക്കറ്റിൽ കണ്ടു. വോളറ്റൈൽ സെക്ഷൻ തന്നെയായിരുന്നു. ഡേ ഹൈയിൽ നിന്ന് 150 പോയിന്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കാണാം. ചാർട്ട് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം 26,325 എന്ന റേഞ്ചിൽ നിന്ന് 141 പോയിന്റ് ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു. 26,125 സപ്പോർട്ട് എടുത്തതിനു ശേഷം 26,175 നിഫ്റ്റി ക്ലോസ് നടത്തിയത്. മാർക്കറ്റിൽ നിന്ന് പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ഭാരത് ഇലക്ട്രോണിക്സ്, ഐഷർ മോട്ടോഴ്സ്, മാരുതി, കൊടാക് മഹേന്ദ്ര തുടങ്ങിയ കമ്പനീസാണ് നേട്ടം കൈവരിച്ചത്. ഒട്ടുമിക്ക ഓട്ടോ സെക്ടറാണെന്ന് ലീഡ് ചെയ്ത് നിന്നിട്ടുള്ളത്. മാക്സ് ഹെൽത്ത് കെയർ, ഇൻഡിഗോ, ബജാജ് ഫിനാൻസ്, സൺ ഫാർമ, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. എസ്പെഷ്യലി ജർമ്മൻ മാർക്കറ്റ് 313 പോയിന്റ് അഥവാ 1.32 ഡാക്സ് കാണാം. ഇന്ന് അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. നിക്കി കാണാം. ജപ്പാൻ മാർക്കറ്റ് 1.89% ഫോൾ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് ഗോൾഡ് $26 ഉയർന്നിട്ടുണ്ട്. XAU/USD കാണാം. $4,256 ഗോൾഡ് ഉള്ളത്. ബിറ്റ് കോയിൻ ഫർദർ ആയിട്ട് ഫോളോ ചെയ്തു. $4,700 ഫോളോ ചെയ്ത് 8,600 ബിറ്റ് കോയിൻ്റെ നിൽപ്പ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 215 പോയിന്റ് നെഗറ്റീവിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പൊതുവേ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കണ്ടത്. നമ്മുടെ മാർക്കറ്റിൽ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കണ്ടത്. RBIയുടെ എല്ലാം തന്നെ റേറ്റ്, ഈ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത്. അതുപോലെ തന്നെ US നിന്നും അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് അവിടുത്തെ പലിശ നിരക്കുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ December 9 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റുപ്പീസ് ഫോൾ ആയതുകൊണ്ട് നമ്മളുടെ ഏവിയേഷൻ സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ഇൻഡിഗോ തുടങ്ങിയ കമ്പനീസ് ഇന്ന് അവരുടെ ഫ്യൂൽ പ്രൈസ് ഉയരുമെന്നുള്ള കാരണം കൊണ്ട് ഇൻഡിഗോ ഇന്ന് ഫോളോ ചെയ്തു. എന്നാൽ ഈ റുപ്പീസ് ഫോൾ ആയത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന IT കമ്പനീസിന് ഇന്ന് ഗുണകരമായി. സെയിൻറ്റും KPIT ടെക്നോളജി പോലെയുള്ള കമ്പനീസ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ലെൻസ്കാർട്ട് Q2 റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മികച്ച റിസൾട്ടിന് ശേഷം സ്റ്റോക്ക് ഇന്ന് അപ്സൈഡ് പോയി. റിയാലിറ്റി സ്റ്റോക്കുകൾ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. അപ്പോൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റുപ്പീസ് ഫോൾ ആയത് കാരണം ഈ ഏവിയേഷൻ കമ്പനീസിന് അത് ദോഷകരമായപ്പോൾ എക്സ്പോർട്ട് കമ്പനീസ്, IT എക്സ്പോർട്ട് കമ്പനീസിന് ഗുണകരമായി. കൂടാതെ ഇന്ന് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് കാരണം മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിലവിൽ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ടാറ്റ മോട്ടോഴ്സ്, ഇവരുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു. 29% ആണ് ഇവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് വർദ്ധിച്ചത് നമ്മൾ കണ്ടു. ടോപ്പ് ഗെയിനേഴ്സിൽ ടാറ്റ മോട്ടോഴ്സ് ഉണ്ടായിരുന്നു. കോൾ ഇന്ത്യ ഇവരുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് 1% ഉയർന്ന് 68 മില്യൺ ടൺ ആയിട്ടുണ്ട്. TVS മോട്ടോഴ്സ് 30% ഇവരുടെ സെയിൽസ് വർദ്ധിച്ചു. വോക്രാഫ്റ്റ് കമ്പനി, യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പുതിയ മെഡിസിൻ, ആൻറ്റിബയോട്ടിക് മെഡിസിന് അംഗീകാരം കൊടുത്തു. നെവിൻ ഫ്ലോറൈൻ കമ്പനി, UBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി നെവിൻ ഫ്ലോറൈനെ അപ്ഗ്രേഡ് ചെയ്തു. ബജാജ് ഓട്ടോ എക്സ്പോർട്ട് ഗ്രോത്ത് 14% ഉയർന്നു. അശോക് ലൈലാൻഡ് അവരുടെ സെയിൽസ് 29% ഉയർന്നു. എസ്കോട്ട് കുബൂത്ത കമ്പനി ട്രാക്ടർ സെയിൽസ് മാനുഫാക്ചറേഴ്സ് ആണ്. ടോട്ടൽ സെയിൽസ് 18% ഉയർന്നു. SML മഹേന്ദ്ര കമ്പനി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു. ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് സെയിൽസ്. HUL കമ്പനി ക്വാളിറ്റി ഐസ്ക്രീം സ്റ്റോക്ക് ഡീമർജ് ചെയ്യുകയാണ്. 1:1 റേഷ്യോയിൽ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. സൺ ഫാർമ കമ്പനി പുതിയ മെഡിസിന് അംഗീകാരം കിട്ടിയെന്നുള്ള ന്യൂസ്. അതിൽ ടോട്ടൽ സെയിൽസ് 20% ഉയർന്നു. BST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് കമ്പനി സെയിൽസ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഹ്യുണ്ടായി മോട്ടോഴ്സ് കമ്പനി ഇവർ 61,252 നിന്ന് 66,840 എന്ന രീതിയിലേക്ക് സെയിൽസ് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 3% ഒരു ഉയർച്ച. ഗ്രാനുൾസ് ഇന്ത്യ കമ്പനി പുതിയ 2 വീലർ സെൻറ്റർ അവർ IIT ഹൈദരാബാദിൽ അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. പട്ടേൽ റീറ്റെയിൽ കമ്പനി 48ാമത് അവരുടെ ഷോറൂം ബോംബെയിൽ അവർ തുടങ്ങി. ഡ്രീം ഫോർക്ക് സർവീസ് കമ്പനി 36 കോടി രൂപക്ക് ഇവർ
ETT സൊല്യൂഷൻ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സെൻ ടെക്നോളജി കമ്പനീസിന് 108 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷൻസ് ഉണ്ട്. അന്ന് പുതിയ സ്റ്റോക്കുകളുടെ വാർത്തകളായിട്ട് നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. ഇപ്പം എല്ലാ ട്രേഡേഴ്സിനും ശുഭരാത്രി നേരുന്നു. ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.